السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب الحمد والصلاة والسلام على صاحب لواه الحمد وعلى آله وأصحابه أهل الصدق والمجد. പ്രിയ സദസ്യരെ, ലിബറലിസത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രീയമായ അല്പജ്ഞാനം ഒരു മനുഷ്യനെ ലിബറലിസത്തോട് അടുപ്പിക്കുമ്പോൾ ആയത്തിലുള്ള ശാസ്ത്രജ്ഞാനം അവനെ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ഇംഗ്ലീഷ് ദാർശനികനായ ഫ്രാൻസിസ് ബേക്കൺ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. വസ്തുതാപരമായ കാര്യമാണിത്. കാരണം പ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന നിർമ്മാണ വൈദഗ്ധ്യങ്ങളിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ധാരാളം ഗവേഷകർ മതം പുൽകിയിട്ടുണ്ട്. ലിബറലിന്റെ തുടക്ക കാലഘട്ടമായ 1651 തോമസ് ഹോബ്സിന്റെ ലിവിയേതൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജോൺ ലോക്ക് ലിബറലിസത്തിന്റെ അസ്തിത്വത്തിന് രൂപം നൽകിയത്. ജോൺ ലോക്കാണ് ലിബറലിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് എങ്കിലും സമകാലിക ലിബറലിസ്റ്റുകളും നിയോ ലിബറലിസ്റ്റുകളും ജോൺ ലോക്കിന്റെ ആശയധാരകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യൂറോപ്യൻ ആശയങ്ങളിലാണ് ലിബറലിസത്തിന്റെ ആവിർഭാവമെങ്കിലും നിർവചനം എവിടെയും ഏകീകൃതമല്ല. വാസ്തവത്തിൽ സമൂഹത്തിൽ അധർമ്മവും അരാജകത്വവും അസഹിഷ്ണുതയും വാർത്തെടുക്കുന്ന ഒരു ആശയമാണ് ലിബറലിസം. സമൂഹം ലിബറൽ നയങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടും. വിദ്യാലയങ്ങളിൽ നിന്നായിരിക്കും അതിന്റെ ഉത്ഭവമെന്ന മൈക്കിൾ ബാക്സ്മന്റെ നിരീക്ഷണത്തെ അന്വർത്ഥമാക്കുന്ന പുലർച്ചകളാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കൊച്ചി മഹാരാജാസ് കോളേജിൽ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് നടപ്പാക്കുമ്പോൾ ബാലുശ്ശേരിയിലെ ഒരു സ്ഥാപനത്തിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കാൻ സർക്കാർ തന്നെ ന്യായങ്ങൾ നിരത്തുന്ന കാഴ്ചയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. പിന്നെ കണ്ടത് കേരളത്തിന് പുരോഗമനം എന്ന് പേരുള്ളതായ ആഘോഷമായിരുന്നു. എന്താണ് പ്രിയരെ പുരോഗമനം? പുരോഗമനം നിലവിലുള്ള ആശയത്തെ മെച്ചപ്പെടുത്തലാണ്, അതല്ലാതെ ആവശ്യമില്ലാത്ത ഒരു ആശയത്തെ സൃഷ്ടിക്കലല്ല. ലിബറലിസത്തിന്റെ ജന്മഭൂമികളിലൊന്നായ ഫ്രാൻസിൽ ലിബറൽ ഇൻസെസ്റ്റ് നിയമം അഥവാ മാതാപിതാക്കളുമായും മക്കളുമായും സഹോദരങ്ങളുമായും ഏത് രൂപത്തിലും ബന്ധപ്പെടാമെന്നുള്ള ഒരു നിയമം ക്രിമിനൽ കുറ്റമാക്കി തിരിച്ചു വരവിലാണ്. അതുപോലെ ഈ ആശയത്തിന്റെ വലതു കേന്ദ്രമായ UK-യിൽ പുതിയ കണ്ടക്ഷൻ സൈറ്റുകൾക്കുള്ള മാർഗനിർദ്ദേശത്തിൽ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് വിഘാതമാണെന്നാണ് ബ്രിട്ടൻ ഇതിന് കാരണം പറഞ്ഞു വെക്കുന്നത്. പ്രിയരെ, ഈ കഴിഞ്ഞ അമേരിക്കൻ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നൽകിയത് സ്വയം പ്രഖ്യാപിത സ്ത്രീയായ ജീനോക്കാണ്. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ട്രാൻസ്ജെൻഡറിനോട് അമേരിക്കക്ക് ബഹുമാനമുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും അവരെ സമൂഹത്തിൽ ഉന്നതരായി കാണിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ സമകാലിക സാഹചര്യത്തിൽ ശാസ്ത്രക്രിയയിൽ അഭയം തേടിയവർ തൃപ്തരല്ല എന്ന കണക്കുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. സമൂഹത്തിലെ അധർമ്മങ്ങൾ മാത്രം കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആശയമാണ് ലിബറലിസം എന്നിരിക്കെ ലിബറലിസത്തിന്റെ തുടക്കത്തിൽ തന്നെ നാം അതിനെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. സമൂഹം ഈ ഘടനയെ മാറ്റാത്ത വിധം, അപരന്റെ അവകാശങ്ങൾ ഹനിക്കാത്ത വിധം സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ബാധ്യതയായിട്ട് കനേഡിയൻ ഫിലോസഫിസ്റ്റ് ജോർദാൻ പീറ്റേഴ്സൺ നമ്മെ ഉണർത്തുന്നത്. എന്നാൽ ഈ ബാധ്യത ലിബറലിസ്റ്റുകൾ എത്രത്തോളം പുലർത്തുന്നുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ അരാജകത്വം മാത്രം നിറക്കുന്ന ഒരു ആശയത്തെ മുച്ചൂടും ഒഴിവാക്കി കളയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.